ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എനിക്ക് വരുന്ന ക്വരീസിൽ എൻ്റെ ഫസ്റ്റ് ഹാൻഡ് വെബിനാർ കണ്ടു കഴിഞ്ഞവർക്ക്, അങ്ങനെ വെബിനാർ കണ്ടു കഴിഞ്ഞ ആൾക്കാർ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. കാര്യം വെബിനാറിനകത്ത് പറയുന്നുണ്ട്, വെബിനാറിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 30% ഇൻഫർമേഷൻ മാത്രമേ ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചിട്ട് തരുന്നുള്ളൂ. അപ്പം ബാക്കി എന്താണ് ബിസിനസ് അതിനെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത്, വെബിനാറിനകത്ത് പറയുന്നത് $149 പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കി എല്ലാ ഈ പർട്ടിക്കുലർ ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നതാണ്. അപ്പം അത് വാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഞാൻ ഈ $149 എന്തിനാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, അതല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെബിനാർ കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ പുറത്ത് പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അതായത് നിങ്ങളുടെ വെബ്സൈറ്റ്, നിങ്ങളുടെ ഓട്ടോമേറ്റഡ് സിസ്റ്റം, അഡ്മിൻ സിസ്റ്റം, പിന്നെ എന്താ പറയുന്നത്, സെയിൽസ് ഫണൽ എന്ന് പറയുന്ന സാധനങ്ങൾ. ഇപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് വെബിനാർ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് ഓൺലൈൻ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പർച്ചേസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏത് ബിസിനസ്സിനകത്തായാലും നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കൂടെ ആയിരിക്കുമല്ലോ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് വേണ്ടി ഹൈ കമ്മീഷൻ തിരിച്ചു തരുന്ന ഒരു കമ്പനി കണ്ടുപിടിക്കുക. മാർക്കറ്റിൽ നിന്നും ഹൈ ആയിട്ട് തിരിച്ച് റിട്ടേൺസ് കിട്ടുന്ന ഒരു കമ്പനീനെ കണ്ടുപിടിക്കുക, ഒരു ജെന്യൂൻ കമ്പനിയെ കണ്ടുപിടിക്കുക. ഇത്ര സാധനങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് ഓൺലൈൻ ബിസിനസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ എക്സ്പെൻസും നിങ്ങൾ ഇടണം. അതിപ്പോൾ എന്തായാലും കുറഞ്ഞതൊരു $1000-1500 ചിലവാകും. കാര്യം സെയിൽസ് ഫണൽ, ഓട്ടോമേറ്റഡ് സിസ്റ്റം, അഡ്മിൻ സിസ്റ്റം, വെബ്സൈറ്റ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, എല്ലാ വർഷവും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നുമില്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. പിന്നെ വേണമെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിനിങ്ങും കൂടെ എടുക്കണം. ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ട്രെയിനിങ് മാർക്കറ്റിൽ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അതെല്ലാം പക്ഷേ അത്യാവശ്യം നല്ല എമൗണ്ട് ഫീസ് കൊടുത്താൽ മാത്രമേ അവർ ട്രെയിനിങ് തരുള്ളൂ. അങ്ങനെ അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കൂടെ പാർട്ട്ണർ ചെയ്യുക. ഈ $149 കൊടുത്തിട്ട് നമ്മളുടെ കൂടെ പാർട്ട്ണർ ചെയ്യുക. നമ്മൾ എല്ലാ ടൂൾസും എല്ലാ സംഭവങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പാർട്ട്ണർ ചെയ്ത് ഈ $149 എന്ന് പറയുന്നത് ഒരു ഓപ്റ്റിൻ ഫീസാണ്. എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രെയിനിങ്ങും തരും, ട്രെയിനിങ് സൈറ്റും ആക്സസ് തരും, പിന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ 2 ആൾക്കാരെയും തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ $149 എന്ന് പറയുന്നത്. പിന്നെ ഈ $149 വേറൊരു നീഡെന്ന് പറയുന്നത്, നമ്മൾ നിങ്ങൾക്ക് വെബിനാർ തന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ ഇറങ്ങി റിസർച്ച് ചെയ്ത് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള കമ്പനി, ഒരു ഓൾഡ് കമ്പനി, നമുക്ക് ഹൈ റിട്ടേൺസ് കിട്ടുന്ന കമ്പനി, ഇതിനെ നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ കമ്പനിയായിട്ടാണ് നമ്മൾ അഫിലിയേറ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും നമ്മളുടെ സൈഡിൽ എല്ലാം കണ്ടുപിടിച്ച് സെറ്റാക്കി. അപ്പം ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇത്രയും എഫേർട്ട് ഇട്ട് ഇങ്ങനെ ഒരു സംഭവം സെറ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും അതേ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ കമ്മിറ്റ്മെൻറ്റാണ് ഒരു $149 എന്ന് പറയുന്നത്. അതായത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ സീരിയസ് ആണോ ക്യൂരിയസ് ആണോ എന്നുള്ളത്. പിന്നെ അതേപോലെ ഈ $149 എന്ന് പറയുന്നത് റീഫണ്ടബിൾ ആണെന്നും പറയുന്നുണ്ട്. അതായത് 1 മന്ത് സമയമുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ $149 പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ്ങിൻ്റെ, അതായത് ഈ ബിസിനസ് എന്താണെന്നുള്ള കംപ്ലീറ്റ് നമ്മളുടെ സീക്രട്ട് സോഴ്സ്, അതായത് വി ആർ സ്പില്ലിങ് ദ ബീൻസ് എന്ന് പറയത്തില്ലേ, അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മളുടെ കംപ്ലീറ്റ് സീക്രട്സ് നമ്മൾ ഔട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് മുന്നിൽ. ഓക്കെ, എന്താണ് ബിസിനസ്, എന്താണ് കോമ്പൻസേഷൻ പ്ലാൻ, കമ്പനിയുടെ പേരെന്താണ്, കമ്പനിയുടെ ഹിസ്റ്ററി എന്താണ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് ഓണേഴ്സിൻ്റെ ഏകദേശം ഒരു 2 lakhsന് അപ്പുറത്തുള്ള ആൾക്കാരുള്ള ബിസിനസ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ആക്സസും തരുന്നുണ്ട്. 1 മന്ത് നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങളുടെ രീതിയിലുള്ള സകല റിസർച്ചും എല്ലാം ചെയ്യാൻ പറ്റും. ഓരോ
കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് വേണമെങ്കിൽ ഓരോ ആൾക്കാരുടെയും പ്രൊഫൈൽ വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കി അവരെന്ന് സ്റ്റാർട്ട് ചെയ്തു, അവരുടെ ഒരു ഗ്രോത്തിൻ്റെ പാത്വേ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ 1 month സമയം എടുത്തിട്ട് നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് അവിടുന്ന് റീഫണ്ട് മേടിച്ച്, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് മേടിച്ചിട്ട് ആ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ തന്നെ ആയിരിക്കും കമ്പനിയിലേക്ക് റിക്വസ്റ്റ് ചെയ്ത് തിരിച്ച് റീഫണ്ട് ചെയ്ത് വരുന്നത് അടുത്തൊരു 2 to 3 വർക്കിംഗ് ഡേയ്സിന്. ഇനി അതല്ല, നിങ്ങൾക്ക് ബിസിനസ് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി, നിങ്ങൾക്ക് പ്രോമിസിങ് ആയിട്ട് തോന്നി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ നിങ്ങൾ പറയുന്നു, നമ്മൾ ബാക്കി നിങ്ങളുടെ പേപ്പർ വർക്ക്സ് ചെയ്യുന്നു, ഫൈനലി യു വിൽ ബിക്കം എ ബിസിനസ് ഓണർ. സോ ഈ $149 പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്. നമ്മൾ ഒരുപാട് പേർക്ക് വീഡിയോ കണ്ടിട്ട്, എൻ്റെ വീഡിയോ കണ്ടിട്ടായാലും എൻ്റെ സോഷ്യൽ മീഡിയ കണ്ടിട്ടായാലും ഒരുപാട് പേര് വരുന്നതിൽ നിന്നും സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഫിൽറ്റേർഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ആദ്യമേ തന്നെ ഒരുവിധ ആൾക്കാരെ ഫിൽറ്റേർഡ് ഔട്ട് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ബിസിനസ് എന്താണ് എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഞാൻ വെബിനാർ കാണാനാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും അവരുടെ അടുത്ത് ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണില്ല. അപ്പോൾ ഈ വെബിനാർ കാണുന്ന മനുഷ്യരെന്ന് വെച്ചാൽ അവർ കുറച്ച് സീരിയസ് ആണ്. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ വെബിനാർ പോലും കാണാൻ സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് എങ്ങനെ ഫൈനലി ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെയിലി 1 to 2 അവർ നമ്മൾ ഡെഫിനറ്റ്ലി സ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ വെബിനാർ കാണാൻ പോലും, ബിസിനസ് എന്താണെന്ന് അറിയുന്നതിൻ്റെ ഇനിഷ്യൽ സ്റ്റെപ്പായ വെബിനാർ കാണാൻ പോലും സമയമില്ല എന്ന് പറയുന്നു. അതും ഷോർട്ട് കട്ടിൽ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഇങ്ങനെയുള്ള ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല ആ ആൾക്കാരെ. പിന്നെ അവർ സ്ഥിരം എക്സ്ക്യൂസ് പറയും, പിന്നെ നമ്മളെ കുറ്റം പറയും. എന്താണ്, നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ബിസിനസ്സിനകത്തോട്ട് ഇറങ്ങി, എനിക്ക് തിരിച്ച് റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല. സോ ഹൗ യു വിൽ ഗെറ്റ് റിട്ടേൺ? യു ആർ നോട്ട് വർക്കിംഗ് ഫോർ ദാറ്റ്. ഓക്കെ, സോ $149 പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ ഒരു പോയിന്റ് ഇതാണ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ക്വൈറ്റ് നാച്ചുറൽ. ഞാൻ ഈ ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, ഈ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ടൈം ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫൈനാൻഷ്യൽ ഫ്രീഡം ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്, ടൈം ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ജോയിൻ ചെയ്ത് എനിക്കൊരു 1 to 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഐ എം പ്ലാനിങ് ടു ക്വിറ്റ് മൈ ജോബ് ആൻഡ് ഐ വിൽ ഗെറ്റ് ദ സെയിം സാലറി ദാറ്റ് ഐ എം ഗെറ്റിംഗ് ഫ്രം മൈ ജോബ് നൗ ത്രൂ ദിസ് ബിസിനസ്. അപ്പം എനിക്ക് ഫുൾ ടൈം എൻ്റെ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ പിള്ളേരുടെ കൂടെ ഇരുന്നിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ, പക്ഷേ അതേസമയം വീട്ടിലിരുന്നിട്ട് തന്നെ എനിക്ക് എൻ്റെ ജോലിയും ചെയ്യാൻ പറ്റും ഈ ഓൺലൈൻ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ എനിക്ക് വരുന്ന ക്വറിയുള്ള ആൾക്കാർക്കെല്ലാം ഞാൻ ഈ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഇങ്ങനെ വെർബലി പറഞ്ഞു കൊടുത്താൽ ഓരോ ആൾക്കാർക്കും ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള $149 പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറിനടുത്തുള്ള ഒരു വീഡിയോ, കുഞ്ഞു വീഡിയോസ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ 2 മണിക്കൂർ ഏകദേശം സമയം എടുത്തിട്ട് വേണം ഈ കംപ്ലീറ്റ് ഒരു ബിസിനസ് ഐഡിയ എന്താണ്, നിങ്ങൾക്ക് തിരിച്ച് എൻ്റെ അടുത്ത് ഡൗട്ട്സ് ചോദിക്കാനുണ്ടാവും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് 2-3 മണിക്കൂറിന് മുകളിലെടുക്കും. അപ്പോൾ ഇത്രയും സമയം ഞാൻ ഓരോ ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കവിടെ ടൈം ഫ്രീഡം എന്ന് പറയുന്ന ഒരു ഫാക്ടർ കിട്ടുന്നത്. അപ്പം നിങ്ങളെയും ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു ഫാക്ടർ ഇതാണ്: നിങ്ങൾക്ക് ടൈം ഫ്രീഡം കിട്ടും, നിങ്ങൾക്ക് ഫാമിലിയുടെ കൂടെ ഇരുന്നിട്ട് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളും ബിസിനസ് ഓണർ ആയിക്കഴിഞ്ഞാൽ ഇതേപോലെ ഓരോ ആൾക്കാരുടെ അടുത്തും ഈ ഫുള്ള് വെബിനാറിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ പ്ലസ് ആ $149 കിട്ടുമ്പം പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ, ഇതെല്ലാം കൂടെ ഓരോ ആൾക്കാരുടെ അടുത്തും പറയാതെ കഴിഞ്ഞാൽ 3 hours per person. 3 hours, ഇറ്റ് ക്യാൻ ബി എക്സീഡഡ് മോർ ദാൻ 3 hours ബിക്കോസ് ഞാൻ പറഞ്ഞു തീർക്കാൻ തന്നെ ഏകദേശം 2 മണിക്കൂർ എടുക്കും. പിന്നെ തിരിച്ച് ഡൗട്ട് ചോദിക്കലായിരിക്കും, അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിക്കുക. ഇതിനെല്ലാത്തിനും സൊല്യൂഷനായിട്ടാണ് കമ്പനി ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താ, ഫസ്റ്റ് യു ഗോ ടു ദ വെബിനാർ. അവിടെയും എനിക്ക് പ്രത്യേകിച്ച് ആസ് എ ഡിജിറ്റൽ ബിസിനസ് ഓണർ എനിക്ക് പ്രത്യേകിച്ച് അവിടെ വർക്കൊന്നുമില്ല. ഞാൻ നിങ്ങളെ ഡയറക്റ്റ് ചെയ്ത് വിടുന്നു. നിങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് വെബിനാർ കാണും. വെബിനാർ കണ്ടു കഴിഞ്ഞിട്ട് വെൻ യു വിൽ റീച്ച് ഔട്ട് മീ, ദെൻ ഐ വിൽ ടെൽ ഓക്കെ, ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ദാറ്റ് യു ക്യാൻ പേ $149. സോ $149 അതിൽ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ ഫിൽട്ടേർഡ് ഔട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞു. $149 പേയ്മെൻറ്റ് ചെയ്യുന്നു, അവർ ബാക്കി ഇൻഫർമേഷൻസ് കിട്ടുന്നു. പിന്നെ അവർ ദാറ്റ് ഈസ് എ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, യെസ് ഓർ നോ, ഫിനിഷ്. പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ നിങ്ങളുടെ പുറകിന് വരൂല്ല. നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്, നിങ്ങളുടെ റീഫണ്ടും മേടിച്ചിട്ട് തിരിച്ചു പോവുക. അപ്പോൾ
ഈ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണ് $149 പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. താങ്ക് യു.